നീ തന്നെത്താനിരുന്ന് പറഞ്ഞാൽ മതിയോ അവരെ? ചേച്ചി ഒന്ന് പൊയ്ക്കോളൂ. ഞാൻ രണ്ട് വർത്താനം പറഞ്ഞിട്ട് വരാൻ. നിന്റെ വർത്താനം ഞാൻ കുറെ ആ വീട്ടിൽ കേൾക്കണം. മതി. അതെ 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 അതെ. ഇത് എന്താണ് രണ്ടുപേരും കൂടെ എന്താണ്? ഈ ചേച്ചി എപ്പോഴും പ്രസംഗിക്കാൻ പോകുമ്പോഴത്തെ കയ്യിൽ എഴുതിയിട്ടാ വരുന്നത്. എന്നിട്ടും ഞാൻ തന്നെ കാണപ്പെടാൻ പഠിച്ചാ വന്നത്. നോക്ക്, എന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ നോക്ക്. ഇങ്ങനെ കല്ല് വെച്ച നുണ പറയല്ലേ ലില്ലി. ഇവക്ക് പ്രസംഗത്തിന്റെ ABCD അറിയാമോ? എന്റെ വീട്ടിൽ പ്രസംഗം പഠിപ്പിക്കാനും കാര്യങ്ങൾ അവതരിപ്പിക്കാനും എനിക്ക് എന്റെ ആളുണ്ട്. മനസ്സിലായോ? അതെ, ഞാൻ ഒരു കാര്യം അയ്യോ, +2 ജയിച്ച കഥ ഒന്നും പറയണ്ട. ഒരു 600 PSC എഴുതിയിട്ടുണ്ട്. എല്ലാം മുട്ട കെട്ടിയാണ്. അതെ അതെ, ഒരു സെക്കൻഡ്, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങളുടെ ഡാൻസ് സൂപ്പർ ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഇവിടെ പല പഠിപ്പിച്ചോണ്ട് കാര്യമില്ല, പല പയ്യന്മാരും വന്ന് പറഞ്ഞു, നല്ല നല്ല തറവാടിത്തമുള്ള സ്ത്രീകൾ ഇങ്ങനെ കച്ചറത്തരം കാണിച്ച് നിങ്ങളെ തനി കൊണ്ടവരെ മനസ്സിലാക്കി കൊടുക്കരുത്. മനസ്സിലായ? അതുകൊണ്ട് രണ്ട് മൈക്കൊണ്ട് കാര്യം പറഞ്ഞു. വെറുതെ വില ചേച്ചിയല്ലേ ഭയങ്കര ധൃതി വെച്ച് വന്നത്? ചേച്ചി പറഞ്ഞു. ഇല്ല, എനിക്ക് സാവധാനം പറഞ്ഞാൽ. ചേച്ചിയല്ലേ ഭയങ്കര അധിക പ്രസംഗം? ചേച്ചി പറഞ്ഞു. ഞാൻ എന്താ അധിക പ്രസംഗം? അല്ല, ചേച്ചിയല്ലേ എപ്പോഴും അധികമായിട്ട് ഇങ്ങനെ പ്രസംഗിച്ചോണ്ടിരിക്കുന്നത്. ചേച്ചി ഞാൻ +2 പാസ്സായിട്ടില്ല. നീ അങ്ങ് പറഞ്ഞാൽ മതി. ഇനി ഞാൻ പറഞ്ഞോട്ടെ? ആ, എന്നാ പറ. അല്ല വേണ്ട, ഞാൻ പറയാം. എന്നാ പറ. മാന്യ സദസ്സിന് വന്ദനം. അയ്യോ, അതിലൊരു മാന്യത ഇല്ല കേട്ടോ. സത്യം ഇല്ല, തീരെ ഇല്ല. എന്നാ പിന്നെ നീ പറ. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഇത് തന്നെയല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞത്. പക്ഷെ അതിലൊരു മാന്യത ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞപ്പോ. അയ്യോ, ഭയങ്കര മുഖം ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ മാന്യതേ. എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ സുഖമല്ലാത്ത ആൾക്കാർ ഇവിടെ വന്നിരിക്കും. വിവരദോഷം പറയൽ. നീ വീട്ടിൽ പോയിക്കേ. അതിന് പിന്നെ ചേച്ചി പറ എന്ത് പറയണം? എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ആ, എന്ന് സ്വന്തം തങ്കം അടിയിൽ ഒരു ഒപ്പും കൂടി ഇട്ട് കൊടുക്കും. ചേച്ചി അങ്ങനെയൊന്നുമല്ല സംസാരിക്കേണ്ടത്. ചേച്ചി നല്ല കാര്യമായിട്ട്. ചേച്ചി മലയാളം അറിയാം ചേച്ചി എല്ലാവർക്കും. ദിൽവാലെ ദുൽഹനിയ ले जाएंगे कुछ होता है. हम तुम एक कमरे में बंद है, ये पुറത്തിറങ്ങാൻ പറ്റില്ല. ओणम केरल में विशेष है, श्रावण महीने में आता है. ओणम के दिन लोग खुशियां मनाता है. नए दिन नया नया कपड़ा जूतता है. क्या क्या किकानिया किഞ്ഞാനി बथानिया मोंदानी बथानिया. लिल्ली ले. धन्यवाद. लिल्ली ले. तंगो ले. अल्ले. कौन कौन तुम कौन? मैं करेगा हूं. आप कौन है? मैं क्लीटस को. നിങ്ങൾ कहां से आया हूं? है हेलो. 16 വർഷത്തിന് മുമ്പ് നീ ഇറങ്ങി പോയി. 16 ആണോ? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കനക. 16 അല്ല 17. ഇവിടെ നോക്കേ. 16 ആണെങ്കിലും 17 ആണെങ്കിലും 18 ആണെങ്കിലും ഈ ചങ്കുള്ള മനുഷ്യന്റെ കൂടെയാണ് തങ്കം ജീവിക്കുന്നത്. നിനക്ക് എന്താ നഷ്ടം? എനിക്കൊരു നഷ്ടമില്ല. നിനക്ക് എന്താ ഒരു നഷ്ടമില്ല. നിങ്ങൾ കേൾക്കണം. പാവാട തിരുവനന്തപുരം മുഴുവൻ യവൻ എന്റെ പഴയ കഥ ഞാനൊന്ന് സ്നേഹിച്ചൊന്ന് ഒളിച്ചോടി പോയി. അതിനി പറയുന്നത് ഇപ്പൊ ഈ ബോംബെയിൽ വന്നിട്ട് പറയേണ്ട കാര്യമുണ്ടോ അവർക്ക്? ചേട്ടാ, ഭർത്താവൊക്കെ ശരി, പക്ഷെ ഇത് ഞാൻ സമ്മതിക്കില്ല. ഓടിപ്പോയെങ്കിൽ എന്റെ ആങ്ങളെ മാന്യമായിട്ട് നോക്കണം. ആണല്ലോ, നിന്റെ ആങ്ങളാണല്ലോ. നീ എന്റെ പെങ്ങളാണല്ലോ. നീ ലില്ലിയാണല്ലോ. പിന്നെ ഹമാര തുമാര ഇടപാടില്ല. നിങ്ങൾ ഹിന്ദി പറഞ്ഞ് ഞങ്ങളെ ഓടിക്കാൻ പറ്റും. എനിക്കറിയാം 16 വർഷം അവള് തിളയ്ക്കുമെന്ന് അറിയാം. എവള് 16 വർഷം അവള് തിളയ്ക്കുവൾക്ക്. അതെ, നമുക്കൊരു കുടുംബനാഥനുണ്ട് ഞങ്ങളുടെ വീട്ടില്. നിങ്ങൾ രണ്ടുമല്ല, ഞങ്ങളുടെ അമ്മാവന് ഇവിടെ ഒരുപാട് വലിയ വലിയ ആൾക്കാരുടെ കയ്യിൽ കൈയുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കി. ഞാനിപ്പോ ഇവിടെ മാറി ജയനാഥ് സാർ പറഞ്ഞു അമ്മാവന് വലിയ അടുപ്പുണ്ടെന്ന്. ഇവിടുത്തെ പ്രസിഡന്റ് ഒന്നുമല്ല, ഇവന്മാരോട് രണ്ടുപേരോട് പറയരുത്. പക്ഷേ ജയന്ത് സാറേ, ഈ ഒരു ചതി ഞങ്ങൾ ചെയ്യരുത്. ഞങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് ഇവരെ വിളിച്ചു വരുത്തി ഇവിടെ കൂട്ടാടി ഉണ്ടാക്കാനുള്ള പരിപാടിയായിരുന്നു. എവിടെ പോണെന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? അതെ, കൊസനഹള്ളിയിൽ. കന്യാകുമാരി. ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞില്ല, അത്രേ ഉള്ളൂ. എന്നാലും ഇതൊക്കെ പറയായിരുന്നു. പക്ഷെ എന്നാലും അമ്മാവന്റെ കെയർ ഓഫിൽ വന്നുകൊണ്ട് കുഴപ്പമില്ല. എന്നാൽ നമുക്ക് ഒരുമിച്ച് ഇങ്ങോട്ട് വരാൻ പറ്റിയല്ലോ. നമ്മുടെ അലിയൻസ് ടീമിന് ഇങ്ങോട്ട് വരാൻ പറ്റിയല്ലോ. അപ്പൊ അലിയൻസ് കാണുന്ന എല്ലാ കൂട്ടുകാരും എന്താടാ എല്ലാരും ചെയ്തു
ഹണിമൂൺ ഇതുവരെ നടത്തിയിട്ടില്ല. അയ്യോ. അപ്പൊ ഇവിടെ ബോംബെയിൽ വെച്ചിട്ട് നിന്റെ ഹണിമൂൺ നിന്റെ അവന്റെ നീ 16 വർഷത്തിന് പൊളിച്ചോടി പോയി നിന്റെ 16 എന്തൊന്നും ഈ 16 17 ആയില്ലേ? പിന്നെ ഈ 16 പറഞ്ഞോണ്ട് നിക്കല്ലേ നീ? ഞങ്ങൾ ഇവിടെ നല്ലൊരു ഡാൻസ് കളിച്ചു. നിങ്ങൾ വല്ല പാട്ടൊക്കെ പാടിയാ? ഞങ്ങളുടെ പരിപാടി ഉണ്ടോ? എന്റെ കവിതയുണ്ട്. അതെ കവിതയുണ്ട്. അതെ ഒരു സെക്കൻഡ്. ശബരിമല വാ. അല്ല കുറെ നേരമായി ഞാൻ നിങ്ങൾ ഈ സംസാരിച്ച് കഴിയും. ഈ രണ്ട് പെമ്പിള്ളേരെ കിട്ടിയാൽ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? നിങ്ങളെ ഞാൻ എന്റെ ഭാര്യയാണിത്. എന്റെ ഭാര്യ ലില്ലി. എന്റെ പെങ്ങളാണിത്. ഇത് നമ്മുടെ ചീഫ് ഗസ്റ്റ്. എന്റെ പെങ്ങളത് തങ്കം. ഇതാരെന്ന് മനസ്സിലായില്ല? ഇല്ല. അയ്യോ ഇതുണ്ടല്ലോ, ഇത് തിരുവനന്തപുരത്ത് നമ്മുടെ എന്തെങ്കിലും പറഞ്ഞു, എന്തെങ്കിലും പറഞ്ഞു. DIG സാറില്ലേ, DIG സാറിന്റെ തൊട്ട താഴെ നിൽക്കുന്ന സാറാണ് ഇത്. തൊട്ട് താഴെയല്ലേ നിങ്ങളെ തോളല്ലല്ലോ. അല്ല സാറിന്റെ വിഷം ഇതാണ്. പിണറായി സാറിന്റെ കൂടെ ഉള്ള ആളാ. കേരളത്തിലെ രാഷ്ട്രീയം മുഴുവനും കൊണ്ടുപോകുന്ന ആളെ ഞാൻ. എന്നിട്ടാണ് ഇവിടെ വന്ന് ഇരക്കുന്നത് ഒരു പരിപാടി അവതരിപ്പിക്കാൻ. ഇത് കണ്ട അയ്യോ ഇത് മറ്റേ നമ്മുടെ പ്രസിഡന്റിന്റെ ഇവിടെ ഇവിടെ പുറകിലിട്ടിരുന്ന ഇത് ആര് തന്നത്? ഇത് ആര് തന്നത്? തന്നല്ല, എടുത്തതാ എടുത്തതാ. തിരിച്ചു കൊടുക്കുമല്ലോ. പോലീസ് അല്ലേ സാറേ ഇങ്ങനെ അടിച്ചു മാറ്റാമോ? ഇത് വിളിച്ചു. അതാണ് ഇത് ഇത് നമ്മുടെ സെക്രട്ടറി. ഞാൻ ചോദിച്ചു വാങ്ങിച്ചതാണ്. സെക്രട്ടറി കേട്ടായത് ഇതൊക്കെ സൂക്ഷിക്കണ്ടേ? അതെ അതെ നിങ്ങൾക്ക് പാട്ട് പാടണമെന്ന് പറഞ്ഞില്ലേ? അതെ അത് പാട്ട് മിമിക്രി ഒക്കെ ഉണ്ട്. എന്റെ ആങ്ങളെയോ എന്റെ പൊന്നെ പഠിച്ചോണ്ടിരുന്ന സമയത്ത് 12 മക്കളെ പെറ്റുരമ്മേ. നിനക്ക് ഭ്രാന്താണെന്ന് എല്ലാവർക്കും അറിയാം. നിന്റെ മക്കളിൽ ഇവനാണു ഭ്രാന്തൻ. ഭ്രാന്തത്തിന്റെ അളിയൻ. അതെ കഴിഞ്ഞല്ലോ. സാറിന്റെ കവിത കഴിഞ്ഞല്ലോ. നീ ഇവിടെ വല്ലതും എന്റെ ഒരു പാട്ടും മിമിക്രി ഒക്കെ ഉണ്ട്. ആദ്യം എന്താണ് ചെയ്യാൻ പോണത്? ഏതുകൊണ്ട് ചെയ്യാം. ഞാൻ എന്തിനു തരാം, എന്ത് ചെയ്യും ഞാൻ? എവര് കയറി തിരിച്ച് ചെയ്യാതെ നോക്കിക്കോണം. അതെല്ലാം നമ്മളെ ടീമുകളാണ്. കയ്യടി ചോദിച്ചു. ശരി, അപ്പൊ നമുക്ക് പാട്ട് വേണോ മിമിക്രി വേണോ? പാട്ട് വേണോ മിമിക്രി വേണോ? എന്താണ് മിമിക്രിയാ പാട്ടാ? രണ്ടും വേണം. ഇതാണ് മലയാളികളെ കുഴപ്പം. ഓസിന് കിട്ടിയാൽ ആസട്ടും കുടിക്കും. ശരി പമിക്രി പമിക്രി. അങ്ങനെയാണെങ്കിൽ ഒരു മിമിക്രി പാട്ടായാലോ? അപ്പൊ നിങ്ങളെല്ലാം കൈയടിക്കുക. അവിടെ പോകും. അത് അടിപൊളിയായിരിക്കും, വെറൈറ്റി ആയിരിക്കും. ഓക്കെ ഓക്കെ എന്തായാലും എവിടെ പോയാലും മേടിച്ചോണ്ട് വരും. എന്തോന്ന്? അല്ല കണ്ണേറേ. ഞാൻ മേടിച്ച കല്ലേറായിരിക്കും. നല്ല 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 സ്നേഹമുള്ള അളിയന്മാരല്ലേ? ഇങ്ങനെയാണോ അളിയന്മാരെ? ഇങ്ങനെ വേണം. എന്റെ പാട്ട് കഴിയുമ്പോ കൈയടിപ്പിക്കണേ. എല്ലാരെയും പോയി കൈയടിപ്പിച്ചോ കേട്ടാ. ഓ അപ്പൊ ശരി. എന്റെ കവിതയ്ക്ക് കൈയടിക്കണം, പാട്ടടിക്കുന്നവർ. ശരി ശരി. ഞാൻ സംശയം എന്താണ്? ക്ലീറ്റോ റെക്കോർഡ് ഇട്ടിട്ട് ചുണ്ടനക്കിയതല്ലേ? എന്ത് ക്ലീറ്റോ രാഷ്ട്രീയത്തിൽ കാണിക്കുന്നത് പോലെ റെക്കോർഡ് ഇട്ടിട്ട് ചുണ്ടനക്കിയതല്ലേ? സുഹൃത്തെ, ഇത് താങ്കളുടെ സംശയമാണോ ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും സംശയം? അല്ല അല്ല അല്ല, എനിക്ക് എന്റെ സംശയമാണ്. എന്റെ സംഘാടക സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് മ്യൂസിക് ഇല്ലാതെ ഒന്ന് സംഭവം നമ്മളെ പ്രതിപക്ഷം ഇളക്കി വിട്ടിട്ട് വന്നതാണ് അല്ലേ? അതൊന്നും എല്ലായിടത്തും ഉണ്ടല്ലോ പ്രതിപക്ഷം കുത്തിത്തിരിക്കാൻ. അങ്ങനെയാണെങ്കിൽ ട്രാക്ക് ഇടാതെ ഒരു 2 വരി ഒന്ന് പാടി. ഇതൊന്നുമില്ലാതെ പാടണമെന്ന്. പാടിയാൽ ഞങ്ങൾ കൈയടിക്കും. നേരത്തെ തന്നെ പൂച്ചണ്ട് തരും. പാടിയാൽ നിങ്ങൾ കൈയടിക്കും. ഞാൻ അവനെ കവളത്തടിക്കും. ഇല്ല, ഞാൻ പൂച്ചണ്ട് തരും. പൂച്ചണ്ട് തരും. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ മ്യൂസിക് ഒന്നും ഇല്ലാതെ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് 2 വരി. സൂപ്പർ ആട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒരാണിന്റെ അകത്തൊരു പെണ്ണ്. അടിപൊളി. സൂപ്പർ. അപ്പൊ അടുത്ത് നമുക്ക് 2 കലാകാരന്മാരെയും കൂടെ പരിചയപ്പെടാനുണ്ട്. അവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അവരിവിടെ എത്തുന്നത് സിനിമാ താരങ്ങളുടെ ശബ്ദാനുകരണമാണ്. അവരെ കുറിച്ച് ചെറിയൊരു വിശേഷം. തൊണ്ടകളാണിത്. അപ്പൊ അനുഗ്രഹീത കലാകാരന്മാർ തന്നെയാണ്. ദൈവം അനുഗ്രഹിക്കാതെ ഇങ്ങനെ ഒത്തിരി നടന്മാരുടെ ശബ്ദമൊന്നും ഇങ്ങനെ അനുകരിക്കാൻ പറ്റില്ല. അപ്പോ ബാക്കി വിശേഷങ്ങൾ അവര് തന്നെ പറയും. ആരാണ് ആദ്യം തുടങ്ങുന്നത്? ലേഡീസ് ഫസ്റ്റ് അല്ലേ തുടങ്ങിയത്? പറഞ്ഞ സത്യമാണ്, ലേഡീസ് ഫസ്റ്റ് ആണ് ഞാൻ തുടങ്ങുന്നത്. ഓക്കെ, ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രോത്സാഹനം തീർച്ചയായിട്ടും വേണം. കാരണം വേറൊന്നുമല്ല,
ഞങ്ങളുടെ ഊർജ്ജം നിങ്ങളുടെ കൈയടിയാണ്. അപ്പൊ ഒന്ന് കൈയടിച്ച് നല്ലപോലെ ഒന്ന് കൈയടിച്ചാൽ പ്രകടിക്കുന്ന നന്നായിട്ട് കൈയടിക്കുന്നുണ്ട്, പുറകെ കൈയടിക്കുന്നില്ല. അല്ല, കൈയടിച്ചാൽ രണ്ട് ഉപയോഗമാണ്. ഒന്ന് ആയുസ് കൂടും, രണ്ട് സൗന്ദര്യം വർദ്ധിക്കും. ആയുസും സൗന്ദര്യവും ആവശ്യമുള്ളവർ ഈ കുറച്ച് മണിക്കൂറുകൾ എല്ലാം ടെൻഷനും മാറ്റിവെച്ച് കൈയടിക്കുക. ആയുസ് ആരോഗ്യം ചുമ്മാ വരട്ടെ അല്ലേ? അസീമേ, ഇതിലിരിക്കുന്ന പലരും നല്ല കലാകാരന്മാരും നല്ല കലാകാരികളുമാണ്. ഉറപ്പല്ലേ? അപ്പൊ അവർക്കറിയാം ഒരു കലാകാരൻ എന്താണ് വേണ്ടതെന്ന്. കലാകാരന്റെ ബൂസ്റ്റ് എന്ന് പറയുന്നത് കയ്യടി തന്നെയാണ്. അത് നല്ലപോലെ അറിയാവുന്ന ഓഡിയൻസ് ആണ്. അപ്പൊ അവരെന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്യും. അസീം തുടങ്ങിക്കോ. ഓക്കെ, ആദ്യമായിട്ട് ഇന്ന് ഈ വേദിയില് നമ്മുടെ മിമിക്രിയിൽ നിന്ന് മലയാള സിനിമയിൽ കടന്നു വന്ന സിദ്ദിഖ് ലാലിലെ ലാൽ സാർ, അദ്ദേഹം ഇന്ന് വേദിയിൽ ഗസ്റ്റ് ആയിട്ട് വന്നാൽ എന്തായിരിക്കും നമ്മോട് പറയുന്നത് നോക്കാം. ശ്രീ ലാൽ. ഒരുപാട് സന്തോഷം വേദിയിലെ എത്തിച്ചേരാൻ സാധിച്ചത്. ഒരുപാട് സുന്ദരിമാരും സുന്ദരന്മാരുമുള്ള ഈ താനയിലെ നായർ ഈ വലിയ അസോസിയേഷന് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ പ്രസിഡന്റ് ജയന്ത് രാധാകൃഷ്ണൻ, നമ്മുടെ എല്ലാ സുഹൃത്തുക്കളാണ്. അപ്പൊ സാധാരണ ഞാനൊരു വേദിയിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും പറയാറുണ്ട് ഒരു പാട്ടും ഒരു ഡയലോഗും പറയാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കായിട്ട് ഞാൻ ഹണീബിയിൽ പാടിയ ഒരു പാട്ട് പാടാം. മനസ്സിൽ കുളക്കണ പെണ്ണ് ഷഹനായി കേൾക്കുന്ന കൊന്ന് കവല പെരുക്കണ കൂട് സാറങ്ങി പാടുന്ന പൊന്ന് ജനത കൊടുക്കുന്ന ക്ലാമറാണ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അടുത്ത പ്രശാന്തിലേക്ക് വരാം. പ്രശാന്ത് ആരെയാണ് ആദ്യം? മലയാള മിമിക്രി എന്ന് മലയാള സിനിമയിലേക്ക് കടന്നു വന്ന് പത്മശ്രീ പുരസ്കാരത്തിന് ഒരു അർഹനായ പത്മശ്രീ ജയറാം. ഓക്കെ. അയ്യോ, ഇരുന്ന് ചിരിക്കുന്ന ചിരി കണ്ടില്ലേ? വന്നെഴുന്നേറ്റ് പോടി ഇവിടുന്ന്. അവിടെ അമ്മമ്മയുടെ അതിന്റെ ബിസിനസ് കല്ലിയാർ അബദ്ധം പാടിക്കുന്നുണ്ട്. അതൊന്ന് മനസ്സിലായി. 5 ഏതെങ്കിലും കുരിശിനെടുത്ത് ഉണർത്ത് വെച്ച് കഴിഞ്ഞാൽ പരട്ടകളവന്റെ കംപ്ലീറ്റ് ഒത്തുവരികല്ലേ? ഇതൊക്കെ മനസ്സിലാക്കി വണ്ടി എടുത്ത് പൊക്കൂറ മണി വണ്ടി വിട്ട്. താങ്ക് യു പ്രശാന്ത്. അടുത്ത അസീമിലേക്ക് വരാം. നമുക്കറിയാം 1000 കോടി നേടിയ സിനിമയാണ് ബാഹുബലി എന്ന സിനിമ. ബാഹുബലിയില് ആദ്യത്തെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ അതിലെ നായകനെ വളരെ ഇഷ്ടത്തോടെ കണ്ടെങ്കിൽ അതിലെ വില്ലൻ കഥാപാത്രം ചെയ്ത കാലകി എന്ന കഥാപാത്രം, അതിന്റെ ഭാഷ എന്താണെന്ന് എനിക്കറിഞ്ഞാൽ ഒരാഴ്ച കുത്തിയിരുന്ന് പഠിച്ചാണ്. അതിന്റെ അർത്ഥം പ്രശാന്തും എന്നോട് ചോദിക്കരുത്, എനിക്ക് അതിന്റെ അർത്ഥം അറിയില്ല. അപ്പൊ ബാഹുബലിയിലെ വില്ലൻ കാലകേയൻ. هستبشكلكنم بملا نهنو سكون لحقوه ونكاستا منو بيسرا شكوه من بحثة جوهو سروك نمتا سيكده راجورا. സമ്മതിക്കണം, ഇല്ലാത്ത ഭാഷ ഇത്രയും എഴുതി വെച്ച് പഠിച്ചെങ്കിൽ മാത്രം മനസ്സിലായി. ബീട്രൂട്ട് സുനന്ദ എന്താണെന്ന് പറഞ്ഞാണ്. ബീട്രൂട്ട് സുനന്ദ. അടുത്ത പ്രശാന്തിലേക്ക് വരാം. ഓക്കെ, അപ്പൊ അടുത്തത് വീണ്ടും മലയാള മിമിക്രി എന്ന് മലയാള സിനിമയിലേക്ക് കടന്നു വന്ന ജനപ്രിയ നായകൻ നമ്മുടെ പ്രിയപ്പെട്ട സ്വന്തം ദിലീപേട്ടൻ. ദിലീപേട്ടന്റെ ശബ്ദം. അത് ശരി. അപ്പൊ നിനക്ക് മലയാളം അറിയാം, നിനക്ക് ചങ്ങമ്പുഴ അറിയാം, നിനക്ക് രമണൻ അറിയാം, നിനക്ക് അലപലാതി എന്നുള്ള വാക്കും അറിയാം. ആൽറെഡി നിനക്കറിയോ? ഇന്നേ വരെ ഒരു ഹിന്ദി സിനിമയ്ക്ക് പോയിട്ട് ഞാൻ 1980 മുതലുള്ള എല്ലാ ഹിന്ദി പടങ്ങളിലും പേര് കാണാൻ പടം പഠിച്ചിട്ടാണ് നിന്റെ പുറകെ പാട്ടും പാടുന്നത്. ഈശ്വര, ഈ പടത്ത് ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നെങ്കില് ഞാൻ ഹിന്ദി മുൻഷി നിന്നെ ഞാൻ വെറുതെ വിടില്ല. നോർത്ത് ഇന്ത്യ നിനക്കറിയോ? ഞാൻ ഭയങ്കര സംഭവമാണ്. പ്രശാന്ത്. അമ്മൂമ്മ ഉണ്ടോ? അമ്മൂമ്മക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തോന്നുന്നു. അമ്മൂമ്മ ഭയങ്കര കൈയടി. താങ്ക് യു അമ്മൂമ്മ. താങ്ക് യു. അടുത്ത അസീമിലേക്ക് വരാം. ഞങ്ങളെ കൊണ്ട് കൈയടിയൊക്കെ ഓക്കെ. ഷബീർ സംഭവം കുറെ നേരം കൊണ്ട് നമ്മളെ കൊണ്ട് കൈയടിപ്പിക്കുന്നുണ്ട്. എന്റെ ഒറിജിനൽ ശബ്ദം തന്നെ പോയിരിക്കുകയാണ്. ആ വൃത്തിയുടെ ശബ്ദം നമുക്ക് വേണ്ട. ബോംബെയിലെ തണുപ്പടിച്ച് എന്നാലും ശ്രമിക്കാം. നോക്കാം ഓരോ വിഷയം. ശ്രീനിവാസൻ. ഓക്കെ ഓക്കെ. നക്ക് കൊണുകെട്ട കോഴി കോഴി കൊമ്മഞ്ചരുവില വയറ്റാട്ടി കേട്ടോ. ഈ കാക്കക്കുള്ളിൽ ഒരു കവിഹൃദയമുണ്ട്, ഒരു കലാകാരനുണ്ട്. അമ്മാമ്മ ഇതൊരു ആനയല്ല, ഞാനൊരു മണ്ടനുമില്ല എന്ന് ശ്യാമളെ പഴപ്പുഴുങ്ങിയതവിടെ. അപ്പൊ എവിടെയാ നടത്തിയത് നമ്മൾ? അസീം ഷാ തുടങ്ങും. നമുക്കറിയാം മലയാള 45 വർഷ കാലഘട്ടമായി മലയാള സിനിമയില് അല്ലെങ്കിൽ പരസ്യചിത്രങ്ങളിലൊക്കെ വാർത്തയും അതുപോലെ പരസ്യചിത്രങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ അന്തരിച്ചുപോയ ഗോപൻ ചേട്ടനാണ്. അദ്ദേഹത്തിന്റെ രസകരമായ ശബ്ദമാണ്. ആ ശബ്ദം ഇങ്ങനെയാണ്: ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ഇതാണ് അതിന്റെ സൗണ്ട്. അപ്പൊ അദ്ദേഹം രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ ഹിന്ദി പരസ്യങ്ങൾ മലയാളത്തിലേക്ക് ഇവിടെയുള്ള 2 ഹിന്ദിക്കാർ അഭിനയിക്കുന്നത്
അവിടെ മലയാളത്തിലേക്ക് വരുമ്പോൾ ആ ഹിന്ദിക്കാർ തന്നെ ആയിരിക്കും അഭിനയിക്കുന്നത്. പക്ഷെ ഇദ്ദേഹം ഈ ശബ്ദം രണ്ടുപേർക്കും മാറി മാറി കൊടുക്കാറുണ്ട്. വേറെ ഡബിംഗ് ആർട്ടിസ്റ്റ് ഉണ്ടോ ഇല്ലാത്തോണ്ടോ അറിയത്തില്ല. അപ്പൊ അത് രസകരമായ സംഭവമാണ്. അപ്പൊ നിങ്ങൾക്കായിട്ട് രസകരമായി അനുകരിക്കാൻ ശ്രദ്ധിക്കാം. അതില് കേന്ദ്ര സർക്കാരിന്റെ കൃഷി മന്ത്രാലയത്തിന്റെ ഒരു പരസ്യം, ദൂരദർശനിലെ കൃഷി മന്ത്രാലയത്തിന്റെ ഒരു പരസ്യം. രാജു, ഈയിടെയായി നിന്നെ നെൽപ്പാടത്തേക്കൊന്നും കാണുന്നതേയില്ലല്ലോ. നോക്കൂ ഗോപാല, കേന്ദ്ര സർക്കാർ കർഷകർക്കായി അണിയിച്ചൊരുക്കിയിരിക്കുന്ന കർഷക ബന്ധു കാർഡ് വാങ്ങിക്കുവാൻ പോയതാണ് ഞാൻ. ഓഹോ, അങ്ങനെയോ? ഇതുകൊണ്ട് എന്താണ് പ്രയോജനം? നോക്കൂ ഗോപാല, ടോൾ ഫ്രീ നമ്പറായ 1-804-467-7-664-437-839-647 ഈ ചെറിയ നമ്പറിലേക്ക് ഡയൽ ചെയ്യൂ. ഇതെല്ലാം വലിയ ചിലവുള്ള കാര്യമല്ലേ? നോക്കൂ ഗോപാല, ഇത് തികച്ചും സൗജന്യമാണ്. കേന്ദ്ര സർക്കാരിനായി കൃഷി മന്ത്രാലയം. ഗോപാലിനെ സമ്മതിക്കണം, ഈ നമ്പർ കാണാതെ അടുത്തൊരു ഫീമെയിൽ സോണാണ്. പക്ഷേ നമ്മൾ സാധാരണ കേൾക്കുന്നത് അവരുടെ ഡബ് ചെയ്ത വോയിസ് ആണ്. ആരാണ്? ശ്രീമതി കാവ്യ മാധവൻ. കാവ്യ മാധവന്റെ ഒറിജിനൽ വോയിസ്, യഥാർത്ഥ വോയിസ് ഈ പ്രോഗ്രാം ഫംഗ്ഷൻ ഒക്കെ വരുമ്പോഴേക്ക് ചെയ്യുന്ന വോയിസ് ഒന്ന് നേരിക്കാൻ ശ്രമിക്കുകയാണ് ശ്രീമതി കാവ്യ മാധവൻ. എന്തോരാൾക്കാരാ ഇവിടെ, എന്ത് രസമാണ്, എനിക്കൊരുപാട് സന്തോഷമുണ്ട്. എന്നെ പോലൊരാള് സിനിമയിൽ വരാന്ന് പറഞ്ഞാൽ ഭയങ്കര ദൈവ ഭാഗ്യാണ്. എന്റെ ആദ്യ പടം ചന്ദ്രനിക്ക് ദിക്കിലായിരുന്നു. ദിലീപ് എന്നായിരുന്നു ഹീറോ, ലാലു ചേട്ടൻ ഡയറക്ടർ. എനിക്കൊന്നും അറിയില്ല, ഒക്കെ ഈ ജയന്തേട്ടൻ അറിയൂ. നന്ദി, നമസ്കാരം. അടുത്ത മലയാള സിനിമയിലെ വില്ലവേഷങ്ങൾ അനായാസന കൈകാര്യം ചെയ്യുന്ന സംവിധായകൻ കൂടിയ ശ്രീ ജോയി മാത്യു. അദ്ദേഹത്തിന്റെ ആമീൻ എന്ന സിനിമയിലെ ആ ഡയലോഗുകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇടുക്കി ഗോൾഡ് എന്ന സിനിമയിലെ ഒരു സംഭാഷണം. ജോയി മാത്യു. ഇടുക്കിയിലെ മലമടക്കുകളിൽ ഇളം വെയിലിൽ ചില ചെടികൾക്ക് പുൻകതിരുകളുണ്ടാകും. നാട്ടിലെ കൃഷിക്കാർ അതിനെ നിലച്ചെടികൾ തന്നെ പറയും. നമ്മൾ തുളസിയെക്കൊണ്ട് ഗോവിലുള്ള സൈബമാർ മഴ കയറി വരുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. അവിടെ ഇതിനെ വിളിക്കുന്നത് മറ്റൊരു പേരാണ്, ഇടുക്കി ഗോൾഡ്. താങ്ക് യു. അടുത്ത പ്രശാന്തിലേക്ക്. അടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട യുവതാരങ്ങൾ ശ്രദ്ധേയനായ ദുൽഖർ സൽമാൻ. അതാണ് ദുൽഖർ സൽമാൻ. അത് കേൾക്കാം. അദ്ദേഹത്തിന്റെ ചാർലി എന്നൊരു വെറൈറ്റി ഒരു ചിത്രം ഉണ്ടായിരുന്നു, വ്യത്യസ്തമായ ഒരു കഥാപാത്രം ചെയ്ത ചിത്രം. ആ ചിത്രത്തിലെ അദ്ദേഹത്തിന്റെ ഇൻട്രോ ഡയലോഗ് എന്ന് പറയാൻ ശ്രമിക്കുകയാണ് ദുൽഖർ സൽമാൻ. दरियाओं के खजाने में छिपा था मुसाफिर का दरिया और पूरे दिल के खजाने में वो दरिया का नमक. നിങ്ങളിപ്പോ താമസിക്കുന്ന റൂമിൽ പണ്ട് വാർത്തുന്ന ഒരു പാവഞ്ചിന് ബേജാറായിട്ടിരിക്കുന്നു. വെറുതെ ഖബറാക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിലേക്ക് തന്നെ ഉണ്ട്. ഈ കാലിനെ കൊണ്ട് പോവാം. അതേ കയറി ഞാൻ. സോ we will meet again, Shami. താങ്ക് യു. കളറായിട്ടുണ്ട്. സൂപ്പർ. അപ്പൊ താങ്കൾ കൂടെ ഒന്ന് ചെയ്യാം. ഞാൻ ഒരെണ്ണം ഇങ്ങനെ പരീക്ഷണം, ഇത് ബോംബെയിൽ പരിപാടി കിട്ടിയെന്ന് ഇങ്ങനെ റിയാസ് ഒക്കെ പറഞ്ഞപ്പോഴേ ഒരെണ്ണം പഠിച്ചു വെച്ചിട്ടുണ്ട്. അക്ഷയ് കുമാർ. കഴിഞ്ഞ 25 വർഷമായിട്ട് ഇത് തന്നെയാണ് പറയുന്നത്. ഇതുവരെ പഠിച്ചു തീർന്നില്ല. എന്തായാലും അതൊന്ന് പറയാം. ബോംബെയിൽ വന്നിട്ട് ഒരു ഹിന്ദിക്കാരന്റെ ശബ്ദം പറയാൻ ഉറപ്പായിട്ടും. वो मैं डेफिनेटली करता हूँ जो कर रहा हूँ मैं राठौर, राउडी राठौर, don't angry me. ഓക്കെ. അപ്പൊ ഞാൻ ഇതിനകത്തായിട്ട് അന്യൻ എന്ന സിനിമ നമ്മളെല്ലാവരും കണ്ടിരിക്കും. അന്യൻ സിനിമയിലെ ക്ലൈമാക്സ് സീനിൽ പ്രകാശ് രാജും വിക്രമും തമ്മിൽ ഒരു കോമ്പിനേഷൻ സീനുണ്ട്. നമ്മൾ പോലീസ് സ്റ്റേഷനിലെ സീൻ ആരും മറക്കാൻ സാധ്യതയില്ല. അപ്പൊ അവിടുത്തെ ആ കഥാപാത്രം 3 കഥാപാത്രങ്ങൾ അവിടെ അനുകരിക്കണം. ഒന്ന് പോലീസ് ഓഫീസറായ പ്രകാശ് രാജ്, അമ്പി, അന്യൻ എന്ന സിനിമയിലെ ക്ലൈമാക്സ് സീൻ. സൂചന കുത്ര ഭദ്രകണ്ടകം മുള്ള അടുപ്പை நீ ஒளிப்பட வேண்டாம், எல்லாம் நானே பண்ணி காட்டுறேன். ஏண்டா முழப்பட? நான் செஞ்ச கொலைக்கு அம்பியை சித்திரவதை பண்றேன். நடிக்காத நானே பண்ணி நடிக்காத. நீ ஏக்கு நடிக்காத, உன்னை சுட்டு கொண்டவே அந்த 5 கொலை பண்ணதே நான் தான். அம்பு விளைவிட்டு
പാത്രക ശിവാജി പാത്രക രജനി പാത്രക കമല പാത്രക അങ്ങനെ പല പാത്രങ്ങളാ സർവധർമ്മം പരിത്യജ്യ മാമേകം സർവം പ്രജ ആന്തരം സർവപ്രാപേദ്യം പ്രത്യക്ഷാമി മോക്ഷം ഇത് സർവശ്ലോകം സാഗതക മുന്നോടി കേൾക്കുന്ന കടസി ശ്ലോകം ഐ ലവ് യു. താങ്ക് യു. താങ്ക് യു അസീഫ്. അസീഫിന് ഒരു ഭാഗ്യം ഉണ്ടായത് മലയാളത്തില് പ്രകാശ് രാജിന്റെ ശബ്ദം അനുകരിക്കാൻ പറ്റി സിനിമയില്. അതൊരു ഭാഗ്യം ഉണ്ടായി. പടങ്ങൾ മലയാളത്തിലേക്ക് വരുമ്പോൾ അതൊരു ഭാഗ്യമാണ്. താങ്ക് യു. അപ്പൊ അടുത്തതായിട്ട് നമുക്കൊരു ഗംഭീര സോങ്ങിലേക്ക് പോവാം. അല്ലു അർജുന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ പുഷ്പയിലെ